ബൈക്ക് ഓട്ടാൻ അറിയില്ല. ഈ ബൈക്ക് ഓട്ടാൻ അറിയില്ല എന്ത് കാട്ടും, കാറ് ഓട്ടാൻ അറിയില്ല എന്ത് കാട്ടും, ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാലും കുറേ മാതാപിതാക്കളെ ഓർക്കണം. നിങ്ങൾ ചിന്തിക്കാണ്ട് ഒരുപാട് പണയും പട്രാസ് ഉണ്ടായിട്ട് കാര്യമില്ല. 6 അടി കവറിൽ കിടക്കുമ്പോൾ 3 കണ്ട തുണി മാത്രമാണ് കരുതാനുള്ളത്. ഇത് പെൺകുട്ടിയെ കെട്ടിക്കുന്ന മാതാപിതാക്കളെ ഓർക്കണം. പാങ്ങോട് ഒരു റസാവ് കാണിക്കണം എന്ന് പറയാം. പാകപ്പെട്ട ഒരിക്കലും തട്ടി മാറ്റരുത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഈ പെൺകുട്ടിയെ കെട്ടിക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടാനുള്ള വീഡിയോ നോക്കണം. നിങ്ങൾ കല്യാണ ലോക്കറോട് പറഞ്ഞെന്താ, വലിയ വീട് വേണം, കാറ് വേണം, ബൈക്ക് ഓട്ടുമോ, ഇതൊക്കെയാണ് നിങ്ങൾ കല്യാണ ലോക്കറോട് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അന്വേഷിക്കാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് വലിയ വീട് വേണം, വലിയ പെര വേണം, ഇതൊന്നും ഞങ്ങൾക്ക് തരാൻ കഴിയില്ല. ഓക്കെ, നിങ്ങൾ ഏടാപ്പുറത്ത് പോയി വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്നാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഏടാപ്പുറത്ത് പോയി വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങളെ പെൺകുട്ടി തകർന്ന് വിൽക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് സർക്കാർ ജോലിയായിട്ട് കാര്യമില്ല. മീൻകാരനാകട്ടെ, മീനിൻ്റെ മുതലാളി, ഉണക്കനിക്കാരന്, കോഴിക്കാരൻ, ഇറച്ചി വെട്ടുന്നവന് ഉണ്ടായിട്ട് കാര്യമില്ല. നോക്കുന്നവൻ്റെ കയ്യിൽ കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് ചിന്തിക്കണം പെണ്ണിൻ്റെ വീട്ടുകാരോട് കെട്ടിക്കുന്ന. അതേ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഒരു സമയത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, ദുഃഖിക്കേണ്ടി വരും. ദുഃഖിക്കണമെന്ന് വെച്ചാൽ ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, അതോടെ പാകപ്പെട്ടവനെ കുറ്റപ്പെടുത്തിയതൊന്നും കാര്യമില്ല. നമ്മളെ പഠിച്ച ആരാണ്? പഠിച്ചവനാണ്. നാളെ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ പല്ല് നാളെ പോയാലോ, കെട്ടിക്കുന്ന മാതാപിതാക്കളെ നാളെ